ഹലോ എല്ലാവർക്കും വിൻടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് മറ്റൊരു ജോബ് ന്യൂസായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ ന്യൂസ് എന്ന് നോക്കാം. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. KSRTC സ്വിഫ്റ്റിന്റെ ഒരു കേരള സർക്കാർ സ്ഥാപനമാണ്. ഉടമസ്ഥതയിലുള്ള ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. KSRTC സ്വിഫ്റ്റ് നിഷ്കർഷിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യുന്നതിന് കരാറിൽ ഏർപ്പെടുന്നവരെ മാത്രമായിരിക്കും ജോലിക്ക് നിയോഗിക്കുന്നത്. കരാറിനൊപ്പം 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നൽകേണ്ടതാണ്. ഈ തുക ടിയാൻ താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി നിലനിർത്തുന്നതാണ്. ഈ തുക എന്ന് പറയുന്നത് ടിയാൻ താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിലനിർത്തുന്നതാണ്. ടിയാൻ സ്വയം പിരിഞ്ഞു പോവുകയോ 56 വയസ്സ് പൂർത്തീകരിച്ച് താൽക്കാലിക സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്യുകയോ ചെയ്യുന്ന മുറയ്ക്ക് ഈ തുകയിൽ എന്ത് ചെയ്യാം, ടിയാനിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുക കിഴിവ് ചെയ്ത് തിരികെ നൽകുന്നതാണ്. അപ്പൊ എന്താണ് യോഗ്യതകൾ, കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദ്യോഗാർത്ഥി MV ആക്ട് 9880 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കുകയും വേണം. അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 30-ൽ അധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാതെ ഡ്രൈവിംഗിലുള്ള പ്രവൃത്തി പരിചയവും വേണമെന്നാണ് പറയുന്നത്. പ്രായം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ 25 മുതൽ 55 വയസ്സ് വരെ എന്നാണ് പറയുന്നത്. അഭിലഷണീയ യോഗ്യതകളും പ്രവൃത്തി പരിചയവും, വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയും അതിനുള്ള അറിവുകളും, വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവും അഭികാമ്യം എന്ന് പറയുന്നുണ്ട്. മറ്റ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഈ PDF ഏകദേശം ഒരു നല്ല ഒരു എത്ര പേജ് വരുന്നുണ്ട്, ഒരു 4-5 പേജ് വരുന്നുണ്ട്. 10 പേജ് വരുന്ന ഒരു PDF ആണ്. അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓരോന്നും ഇവിടെ കാണിക്കാം, നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിലോട്ടുള്ള ഡയറക്റ്റ് ഈ ഒരു PDF-ലോട്ടുള്ള ലിങ്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PDF കിട്ടും. അതുപോലെ തന്നെ ഇത് അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നമ്മളിത് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അല്ലാതെ സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. മറ്റു പ്രധാന വ്യവസ്ഥകളാണ് ഇവിടെ പറയുന്നത്, വായിച്ചു നോക്കുക. ഇനി ഡ്രൈവർ കം കണ്ടക്ടർ സേവന വേതന വ്യവസ്ഥകളാണ് മറ്റു പേജുകളിൽ വരുന്നത്. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഈ PDF ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ PDF നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്ലൈ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്കും, PDF ലിങ്ക് എന്ന് പറഞ്ഞിട്ട് PDF-ന്റെ ലിങ്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഈ PDF-ൽ പറയുന്നുണ്ട്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഒരിക്കലും മടിച്ചു നിൽക്കാതെ അതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക. അത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.